നിങ്ങൾക്ക് മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ RRB ഗ്രൂപ്പ് ഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെയിൽവേയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ, അതായത് അതിൻ്റെ അപേക്ഷ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാവുന്നതാണ്. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഇതിന് അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക്, കാരണം ഫേക്ക് വെബ്സൈറ്റ് ഉണ്ട്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പൈസ നഷ്ടപ്പെടാനും ഡാറ്റ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, ഇതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. നമുക്ക് ആദ്യം ഡീറ്റെയിൽസ് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. നമ്മുടെ സീരിയൽ നമ്പർ 09/2025 ആണ്. ഈ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ സീരിയൽ നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക. കാരണം ഈ സീരിയൽ നമ്പറിലൂടെ നിങ്ങൾക്ക് എൻറ്റയർലി ഈ പോസ്റ്റിനെ മുന്നോട്ടേക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സീരിയൽ നമ്പറിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. വാരിയസ് പോസ്റ്റ് ഓഫ് ലെവൽ 1, അതായത് നമ്മുടെ ലെവൽ 1 പോസ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഡി ആണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഗ്രൂപ്പ് ഡി ആണ് അതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു വേക്കൻസി നോട്ടിഫിക്കേഷനിൽ വേറെ വേക്കൻസി ഒക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 31/1/2026 ഇന്ന് മുതൽ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. സൈറ്റിൽ ഓപ്പൺ ആണ്, വന്നിട്ടുണ്ട്. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 2/3/2026 ആണ്. മാർച്ച് 2-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലാസ്റ്റ് ഡേറ്റ് ഫോർ ഫീ പേയ്മെൻറ്റ്. ഫീസ് നിങ്ങൾ അപേക്ഷയുടെ കൂടെ തന്നെ അടച്ചാൽ മതി. എങ്കിലും കുറച്ച് ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട്. 4/3/2026 വരെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യം നൽകുന്നുണ്ട്. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെങ്കിൽ അത് തിരുത്താനായിട്ട് 5/3/2026 മുതൽ 14/3/2026 വരെ ഒരു സമയവും നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ്, ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങിയൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വാരിയസ് പോസ്റ്റ് ഇൻ ലെവൽ 1, അതായത് നമ്മുടെ ഗ്രൂപ്പ് ഡി ആണ്. അപ്പോൾ അതിൻ്റെ സാലറി ഏകദേശം പറയുന്നത് ബേസിക് ആണ് കേട്ടോ. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ ലഭിക്കുമ്പോൾ ഇതിൻ്റെ ഡബിൾ മടങ്ങിൻ്റെ മുകളിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് അലവൻസുകൾ വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം ബേസിക് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 18,000 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കിയാണ് 18 to 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസിൽ ഒരു വേക്കൻസി, നിലവിൽ വേറൊരു വേക്കൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 22,195 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 22,000-ൽ കൂടുതൽ വേക്കൻസി വരുമെന്ന്. നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. നിലവിൽ 22,000 വേക്കൻസി ഉണ്ട്. ഇതിലും കൂടുതലായിരിക്കും വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതിൽ കൂടും. ഇപ്പം ചില്ലാനം വേക്കൻസികൾ എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. അതായത് 200 വേക്കൻസിൻ്റെ അടുത്ത് ഇവിടെ കൂടിയതായിട്ട് നമുക്ക് 5 വേക്കൻസിൻ്റെ കുറവാണ് 200 ആവാനുള്ള കുറവ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ 22,195 വേക്കൻസിയാണ് നിലവിൽ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുള്ളത്. നല്ല വേക്കൻസിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. 33 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ ഇതിന്. പിന്നെ നിങ്ങൾക്ക് 11ാമത്തെ പേജിലായിട്ട് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഫിസിക്കൽ മാത്രമല്ല മെഡിക്കൽ സ്റ്റാൻഡ്സും എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ സാധിക്കും A2 എന്ന് പറയുന്ന മെഡിക്കൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 6x6 വിത്തൗട്ട് ക്ലാസ്സസ്, ഡിസ്റ്റൻസ് വിഷൻ 6x6 ഉണ്ടായിരിക്കണം എന്നുള്ള ഓരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ A2 A3 അതുപോലെ B1 C1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് 11ാമത്തെ പേജിൽ ലഭിക്കുന്നതാണ്. അത് എന്തിനാണെന്നുള്ളത് നമുക്ക് മുമ്പോട്ടേക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓരോരോ പോസ്റ്റിനും ഓരോരോ ഇതാണ് പറയുന്നത്. ഒരു മെഡിക്കൽ സ്റ്റാൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻസ് ആണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിലൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ 18 to 33 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ജനറൽ EWS വിഭാഗത്തിൽ ജനിച്ചവരാണെങ്കിൽ 2/1/1993 അതുപോലെ തന്നെ 1/1/2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. OBC നോൺ ക്രിമിലിയർ വിഭാഗം ഇവിടെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ള OBC നോൺ ക്രിമിലിയർ വിഭാഗമാണെങ്കിൽ 2/1/1990 അതുപോലെ തന്നെ 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. NC നോൺ ക്രിമിലിയർ അല്ലെങ്കിൽ ഈ ഡേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ SC ST വിഭാഗത്തിന് 2/1/1988 അതുപോലെ 1/1/2008 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതായത് 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്കും 5 വർഷത്തെ ഇളവ് SC ST ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നുണ്ടെന്നുള്ളൊരു സാരമാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മിനിമം 10ാം ക്ലാസ് മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതിൻ്റെ ഫീസ് നോക്കുകയാണെങ്കിൽ 500 രൂപ ഫീസ് ഉണ്ട്. അതെല്ലാവരും അടക്കണം. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. എല്ലാവരും ഈ 500 രൂപ ഫീസ് അടക്കണം. പക്ഷേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ എന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി 2 ദിവസം കൊണ്ടൊന്നും കിട്ടില്ല. ചിലപ്പം 5 മാസം പിടിക്കാം, ചിലപ്പോൾ 6 മാസം, നല്ല ടൈം പിടിക്കാം. ചില വർഷങ്ങളിൽ ഇത്
വർഷങ്ങളോളം നീണ്ടുപോയ കണക്കൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ 400 രൂപ എന്ത് ചെയ്യും, റീഫണ്ടായിട്ട് നമ്മുടെ ബാങ്കിലേക്ക് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തിരിച്ച് കയറുന്നതായിരിക്കും. അതുപോലെ തന്നെ ചെറിയ ഒരു 400 1-2 രൂപയ്ക്ക് കുറവുണ്ടാവും മറ്റേ ഡിഡക്ഷൻസ് ഒക്കെ ആയിട്ട്. അപ്പോൾ 100 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് ഇവിടെ പിടിക്കുന്നത്. ഇനി നമ്മുടെ SC ST അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊക്കെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് 250 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അതിൽ 250 രൂപയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും. പരീക്ഷ എഴുതിയാലാണ് കേട്ടോ. പരീക്ഷ എഴുതിയ ഫുൾ എമൗണ്ടും വനിതകളുടെ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ തിരിച്ചു കയറുന്നതായിരിക്കും. പിന്നെ ഇതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള PDF മെറ്റീരിയൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം അത് കുറച്ചുകൂടെ വിപുലമാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ആവശ്യമുള്ളവർക്ക് വാങ്ങിയിട്ട് അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വർഷം എന്തായാലും സിലബസ് ഒന്നും മാറിയിട്ടില്ല. ഈ വർഷം നമ്മൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. PDF ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതായത് കഴിഞ്ഞ വർഷത്തെ വേണമെന്നുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഓൺലൈനായിട്ട് ആദ്യം അപേക്ഷ സമർപ്പിക്കുന്നു. അപേക്ഷ സമർപ്പിച്ച കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട്, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാം. ഇതൊക്കെ പാസ്സാകുന്നവർക്കാണ് റെയിൽവേൻ്റെ ഈ ജോലി ലഭിക്കുന്നത്. നിങ്ങൾക്ക് പരീക്ഷയിൽ വരുന്നത് കാണാൻ സാധിക്കും 90 മിനിറ്റിന് ഒരു പരീക്ഷയാണ്. ജനറൽ സയൻസ് 25 മാർക്കിന്, മാത്സ് 25 മാർക്കിന്, റീസണിങ് 30 മാർക്കിന്, കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് 20 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ പരീക്ഷയാണ് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മെൻ ആൻഡ് വുമൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ക്യാരി 35 കിലോഗ്രാം വെയിറ്റ്, അതായത് ഫിസിക്കലിൽ വരുന്ന കാര്യമാണ് കേട്ടോ. 100 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് ഓടണം. അതായത് കൃത്യമായിട്ട് പറഞ്ഞത് ഷുഡ് ബി ഏബിൾ ടു ലിഫ്റ്റ് ആൻഡ് ക്യാരി 35 കിലോഗ്രാം വെയിറ്റ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 100 മീറ്റർ. അത് ഇൻ 2 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 ചാൻസിൽ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണ് നമുക്ക് ഫിസിക്കലിൽ വരുന്നത്. അതുപോലെ തന്നെ ഫിസിക്കലിൽ വരുന്ന മറ്റൊരു കാര്യമാണ് 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ ഏകദേശം 4 മിനിറ്റ് 15 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഫീമെയിൽസിനാണെങ്കിൽ 20 കിലോഗ്രാം ഭാരമാണ് 100 മീറ്റർ ഡിസ്റ്റൻസിലേക്ക് 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്യാരി ചെയ്യേണ്ടത്. പിന്നെ 1000 മീറ്റർ, അതായത് 1 കിലോമീറ്റർ 5 മിനിറ്റ് 40 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് വനിതകൾക്ക് എന്നും കൂടി പറഞ്ഞത്. അത് ഫിസിക്കൽ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതാണ്. ജസ്റ്റ് നമുക്ക് പറയാതെ പോകാൻ പറ്റില്ല, കാരണം സെലക്ഷൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി വന്നിട്ടുള്ള പോസ്റ്റുകൾ, അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏകദേശം 14 പോസ്റ്റുകളോളം വന്നിട്ടുണ്ട്. അതിൻ്റെ 18 to 33 വയസ്സ് വരെയാണ് എല്ലാത്തിൻ്റെയും ഏജ് ലിമിറ്റ് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അസിസ്റ്റൻറ്റ്, അങ്ങനെ നിരവധി അസിസ്റ്റൻറ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ, അതുപോലെ അസിസ്റ്റൻറ്റ് TL ആൻഡ് AC എന്ന് പറയുന്ന ഒരു വിഭാഗം, അങ്ങനെ ഒരുപാട് പോയിൻറ്റ്സ്മാൻ B എന്ന് പറയുന്ന വന്നിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് ട്രാക്ക് മിഷൻ വന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ അപേക്ഷിക്കാനുള്ള യോഗ്യത 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ ITയോ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിക്കൽ സ്റ്റാൻഡിലെ അധിക പോസ്റ്റിനും B1 ആണ് ചോദിക്കുന്നത്. ചിലതിന് C1 ചോദിക്കുന്നുണ്ട്, ചിലതിന് A2 A3 ഒക്കെ ചോദിക്കുന്ന കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിലൊരു ക്ലാരിറ്റി വന്നെന്ന് കരുതുന്നു. ഇനി നമുക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് നോക്കാം. നമ്മുടെ തിരുവനന്തപുരം RRBൻ്റെ കീഴിൽ വേക്കൻസി വന്നിട്ടുണ്ടോ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇവിടെ കാണാൻ സാധിക്കും ഓരോരോ വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോരോ ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഓരോരോ RRBയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പൊതുവേ കേരളത്തിലുള്ള കുട്ടികൾ കൊടുക്കാൻ സാധ്യതയുള്ള സ്ഥലം മാത്രം നോക്കാം. ഇവിടെ ആദ്യം തന്നെ ന്യൂഡൽഹി നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ടോട്ടൽ വേക്കൻസി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോരോ പോസ്റ്റിനും ടോട്ടലായിട്ട് വന്നിട്ടുള്ള വേക്കൻസീസ് ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ചെന്നൈ സദേൺ റീജിയനിൽ, നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് കൂടുതലും കുട്ടികൾ കൊടുക്കുന്ന സദേൺ റീജിയനിലായിരിക്കും കൊടുക്കാനായിട്ട് കൂടുതൽ സാധ്യത. അപ്പോൾ അതിൽ ഓരോ പോസ്റ്റിനും 556 വേക്കൻസി വന്നിട്ട് കാണാൻ സാധിക്കുന്ന ട്രാക്ക് മെയിൻറ്റെയിനർ എന്ന് പറയുന്ന പോസ്റ്റിനാണ് ഇവിടെ ഇത്രയും വേക്കൻസികൾ കാണാൻ സാധിക്കും. ടോട്ടൽ വേക്കൻസി ആയിട്ട് 556 വേക്കൻസീസ് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് വേക്കൻസീസ് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ എവിടെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ്ലി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴ്ന്ന നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് ഇനി കൂടുതൽ അറിയാനായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. RRBൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ആദ്യം 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂസർ ID പാസ്വേഡൊക്കെ എൻ്റർ ചെയ്ത് മൊബൈൽ നമ്പർ OTP അല്ലെങ്കിൽ OTP വെരിഫിക്കേഷനൊക്കെ നടത്തിയിട്ട് അതിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.